പള്ളത്തക്കാലത്തിന് തടിക്ക് കയ്യും വെച്ച് കട്ടായം പറയണ പെണ്ണ് ബാപ്പുന്റെ മടിയമ്പത്തിരും. തക്കാരത്തിന് അങ്ങനെ പറയണമെങ്കിലേ അടുക്കളയിൽ എന്തെങ്കിലും വേണ്ടേ? നമുക്കൊരു ബീഫ് ഫ്രൈ ഉണ്ടാക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ബീഫ്, ബട്ട് ടേസ്റ്റിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. ലെറ്റ്സ് സ്റ്റാർട്ട്. ഞാനിവിടെ 1/2 കിലോ ബീഫാണ് എടുത്തത്. ചെറിയുള്ളി, പച്ചമുളക്, ജിഞ്ചർ ഗാർലിക്, തക്കാളി ഇത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കണം. അതെ, അധികം അരയാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഓടിപ്പോയി കുക്കറിങ് എടുത്തോ. ശേഷം ബീഫ് കുക്കറിലിട്ട് ഈ ചതച്ച് വെച്ച ഐറ്റംസിനെ ഇതിലേക്ക് തട്ടണം. ഇനി ഒരു മീഡിയം ടൊമാറ്റോ ഇതിലേക്ക് കട്ട് ചെയ്തിടണം. നമ്മൾ തക്കാളി. ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1/4 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ മല്ലിപ്പൊടി. എരിവിനനുസരിച്ച് കുരുമുളക് പൊടിയുടെ അളവ് കൂട്ടാം. നന്നായി ചൂടാക്കി കുക്കറിലേക്ക് ഇടണം. ഫ്ലെയിം കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി കുക്കർ ലേശം ഉപ്പിട്ടാം. പൊടി അധികം ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ പറയാം, കുക്കർ 7-8 വിസിൽ. ബീഫ് വെന്ത് കഴിഞ്ഞാൽ പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇവയെ ഇതിലേക്ക് തട്ടാം. പ്രത്യേകം ശ്രദ്ധിക്കണം, വെളിച്ചെണ്ണ ഉപയോഗിക്കണം. ഗോൾഡൻ കളർ ആയി വരുമ്പോൾ ബീഫ് അതിലേക്കിടാം. ലേശം പെപ്പർ പൗഡർ ആഡ് ചെയ്യാം. ദെൻ കൊഞ്ചം മല്ലിയില, കറിവേപ്പില കട്ട് ചെയ്തിട്ടിടണം. ഈ തേങ്ങാക്കൊത്തിൻ്റെ നീളം കണ്ട് ആരും ബേജാറാകണ്ട. അതിലൊരു കാര്യമുണ്ട്, ഉമ്മാക്ക് തേങ്ങ ഇഷ്ടമാണ്, എനിക്കത് ഇഷ്ടമല്ല. ഇത് പെറുക്കിയെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ്. ഫൈനലി ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും 1 പീസ് ലെമണും പിഴിഞ്ഞ് വയ്ക്കണം. അങ്ങനെ ബീഫ് റെഡിയായി. ഇനി ഇതാണ് മടിയമ്പത്തിൽ. മടിയമ്പത്തിലിന് ഒരു സ്റ്റോറി ഉണ്ട്, അത് നമുക്ക് പിന്നെ പറയാം കേട്ടോ. അസീന് ഇഷ്ടമുള്ള ഐറ്റാണ് പത്തിൽ. ബീഫാ അതാ like and share. Subscribe.